കില്ലാടികളെ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മുടെ എക്സിയുടെ പറഞ്ഞ കേട്ടല്ലേ, നമ്മുടെ നമ്മുടെ ലൈവിലേക്കുള്ള സെക്കൻഡ് പറഞ്ഞതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഞാൻ കാണിച്ചില്ല അവന്റെ ബർത്ത്ഡേ. അപ്പൊ നമ്മൾ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മളിവിടെ ശ്രാവണ ഒരു ഹായ് പറയും, പിന്നെ അഭിലാഷ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരുള്ള കേട്ടല്ലേ, പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്, ഓൺ ദ വേ ആണ്, എല്ലാവരും ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മുടെ സ്ഥിരം സ്പോട്ടായ ഒളിമ്പിക്കിൽ കില്ലാടല്ലതാ, ഒളിമ്പിക് കാണിച്ചാൽ. അപ്പോൾ ഒളിമ്പിക്കിൽ നമ്മളുള്ളത് കേക്ക് നമ്മളതാ അവിടെ നമ്മൾ കേക്ക് എടുക്കും. നമ്മുടെ എല്ലാ പരിപാടികളുള്ള ഇവിടെ ഉണ്ട് ഒളിമ്പിക്. ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ പരിപാടി സെറ്റ് ചെയ്യുന്നത് എല്ലാ പിള്ളേരും ബർത്ത്ഡേ. പക്ഷെ അന്ന് വ്ളോഗ് എടുക്കാൻ പറ്റില്ല, അന്നൊക്കെ ഇപ്പോഴാണ് തോന്നുന്നത്. അപ്പോൾ സോ അവന്റെ ബർത്ത്ഡേക്ക് നമ്മൾ വ്ളോഗ് എടുക്കണം. അവൻ സർപ്രൈസ് ആണ് നമ്മൾ ഇടാറുള്ളത്. അവനെ കൊണ്ടൊരു 350 രൂപ വെച്ച് നമ്മൾ മറ്റേതൊക്കെ കഴിച്ച് നമ്മൾ എന്താ കഴിച്ച് നമ്മള് വിങ്സ് അതേ കണ്ടില്ല. ഒരു 12 പീസ് വിങ്സ് ഒക്കെ ഞങ്ങൾ കഴിച്ചു ഓൾറെഡി. ചിലവ് ഇതിപ്പോ നമ്മുടെ പിള്ളേരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്, അതെല്ലാം അറിയില്ല. നമുക്ക് എന്തായാലും അവൻ വരട്ടെ കേട്ടല്ല, അവന് സർപ്രൈസ് കൊടുക്കാണ്. കേക്ക് മേടിക്കുന്നു, അവൻ വരും, നമ്മളെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നു. എന്നാലും സർപ്രൈസ് ആണ്. നിങ്ങൾ ബാക്കി വീഡിയോസ് കിട്ടുന്ന ബാക്കി സീൻസ് ഒക്കെ കാണുക. അപ്പോൾ എന്തായാലും അവൻ വന്നിട്ട് വരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ചെക്കൻ വന്നു, ഷൈനി വന്നിട്ട് ഒരു ഹൈ പറയുടെ ബ്ലോഗാണ്. അവിടെ നമ്മുടെ ചെക്കൻ വന്നു, മനീഷ് ഈശോ ഒരു ഹൈ പറയും. ബർത്ത്ഡേ പോയി വന്നു. ബർത്ത്ഡേ പോയി വ്ളോഗ് തുടങ്ങി കേട്ടല്ല. അപ്പൊ നമ്മുടെ എക്സിലെ പറഞ്ഞ എത്രാമത്തെ പറഞ്ഞാടാ ഈ ഇപ്രാവശ്യം 30 കഴിഞ്ഞു. എത്രയാണ് ബർത്ത്ഡേ? 32. നല്ല 28 വയസ്സ്. എന്റെ പ്രായമുണ്ടോ? ഇവൻ അനിയനോട് പഠിച്ചു പറഞ്ഞു ഞാൻ കേട്ടോ വിളിക്കേണ്ടി വരുമോ? ഇതേ അപ്പൊ പിള്ളേരൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. പിള്ളേർ വന്നിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, ഷൈനു പോകണം. അപ്പൊ ബൈ ഗൈസ്. അപ്പൊ നമ്മുടെതാ ഷെയ്ക്ക് വന്നു. ഷെയ്ക്ക് ഹൈ പറ. അപ്പൊ മൊയിലാളി ഹെൽമെറ്റ് ഇട്. ഞങ്ങളുടെ മൊയിലാളി, ഞങ്ങളുടെ ഫ്ലെക്സ് മൊയിലാളി സൈത്ര ഹൈ പറ. വ്ളോഗാണ് ഹൈ പറ. ഹായ് പറയില്ല, ശരി ഹായ് പറയുമ്പോ ഇയാൾക്കാണ് ഹായ് പറയുന്ന മതി. അതില്ല. അപ്പൊ പിള്ളേരൊക്കെ എത്തിയിട്ടുണ്ട്. നീ കുറച്ചു വരാണ്ട്. എക്സിന്റെ ചെലവാണ് ലൈവിലെ വ്ളോഗ്. ഇവര് ചെലവാണ് ചെയ്തടാ. എന്ത് അൽഫാം അറിയില്ലേ? ബ്രോസ്റ്റഡ് ഇല്ലേ? എല്ലാവർക്കും ബ്രോസ്റ്റഡ്. എക്സി 1000 രൂപ. അതാ 1000 രൂപ പൊട്ടിക്കാം. അവൻ വാടക ഒന്നുമില്ലെന്ന്. വാടക ഞാൻ പൈസ 100 രൂപ അയച്ചില്ലേ? നീ കൊടുത്തില്ല? പിള്ളേർക്ക് ഇനി വന്നിട്ട് വരാ. അപ്പൊ നമ്മുടെ ഇഞ്ചൻ വന്നു. ഹായ് പറയും. വ്ളോഗ് ഹായ് പറഞ്ഞോ. നമ്മുടെ കഥകളുടെ വീരൻ ഇല്ലടില്ല. അപ്പൊ നമ്മുടെ ഇതിലോട്ട് എൻട്രി അയച്ചതാ നമ്മുടെ MJ വന്നിട്ട്. എക്സിന്റെ വണ്ടി കഴിക്കാൻ പോണ്. അപ്പൊ അതെ എന്തോ ഫോണൊക്കെ പൊട്ടിയില്ലല്ലോ. മന്തി പറഞ്ഞ ചാടി വന്നതാണ്. അപ്പൊ ഫോണൊക്കെ പൊട്ടി. സംഭവം അതുവരെ എക്സി ഹാപ്പി ആയിരുന്നില്ലല്ലേ. എന്താ വെച്ചാൽ നമ്മള് ബർത്ത്ഡേ എന്ന് പറഞ്ഞവരെ എക്സി ഹാപ്പി ആയിരുന്നു. അതിനുശേഷം വേർക്കാൻ തുടങ്ങി. എന്താ വെച്ചാൽ മന്തി പറഞ്ഞപ്പോൾ ആള് വേർക്കാൻ തുടങ്ങിയതോ. ഓക്കെ അല്ലേ? ടെൻഷൻ ഒന്നുമില്ല. ബിപിന് ഒളിവലും വേണോ? അപ്പൊ നമ്മൾ മന്തി കഴിക്കാനുള്ള പ്ലാൻ എത്തിയിട്ട് നമ്മൾ ഇവിടെ ബ്രോസ്റ്ററൊക്കെ കഴിക്കാൻ പ്ലാൻ ചെയ്ത്. പിന്നെ നോക്കുമ്പോൾ അവൻ മന്തി മേടിച്ചത് അവന്റെ മനസ്സോട് പറഞ്ഞു. അപ്പൊ ഇന്ന് ഒരുത്തിന്റെ ബർത്ത്ഡേ, നാളെ വേറെ ബർത്ത്ഡേ നിൽക്കില്ലല്ലോ. അതാ അവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കഥാകാരൻ ഇഞ്ചൻ. അപ്പോൾ നമ്മൾ ഇനി മന്തി കടയ്ക്ക് പോവാം. അതിന് മുമ്പ് ചെറിയ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അറിയാം അവിടെ എത്താം. നമ്മൾ കുറെ നേരം നിൽക്കാൻ ഒരു സംഭവം സത്യം പറഞ്ഞ വെയിറ്റ് മതി. നമ്മുടെ ഫെമിൻ ബ്രോ വരാൻ വേണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാൾക്കൂടെ വെയിറ്റ് ചെയ്യണേ. എല്ലാവരും പോസ്റ്റ് അടിച്ചിരിക്കും. മന്തി നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തു. ഏഴ് നോക്കി ഫുൾ ഇംഗ്ലീഷ് കളഞ്ഞ കോസ്റ്റ്യൂം. അതെ, 2 റൗണ്ട് ഓടിയിട്ടൊക്കെ വന്നിക്കണം മന്തി കഴിക്കാൻ വേണ്ടിട്ട്. ഇവ കഴിച്ചിട്ട് വന്നാ ഈ കോഴി കഴിച്ചിട്ട് വന്നിട്ട് എന്താ കാണിക്കും ഇടയ്ക്കൂടെ ഉരുട്ടി ഇറക്കണം. വെയിറ്റുള്ളി ഉരുട്ടി ഇറക്കണേ. നമ്മൾ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടല്ലോ. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഓക്കെ. നമ്മൾ അപ്പഴേ മുട്ട ചോദിക്കും. അപ്പൊ നമ്മുടെ ഫെമിൻ ബ്രോ അങ്ങനെ ചേച്ചി ഹായ് പറയും. വ്ളോഗാണ് ഫെമിൻ ബ്രോ എത്തി. അപ്പൊ നമ്മൾ കേക്ക് കൊണ്ടുവന്നു. എന്താ ഇരിക്കുന്നത്? ഹാപ്പി ബർത്ത്ഡേ. തടിയാന്നൊക്കെ മതി. എക്സി ബ്രോ എന്ത് ഈ നിമിഷത്തിൽ എന്ത് പറയാൻ തോന്നുന്നു? സന്തോഷം മാത്രം. ഞങ്ങൾ എടുക്കുന്നുണ്ട്. നമ്മുടെ ബ്ലോഗിലുണ്ട്. നിന്റെ ഗുരുവിന് അത് ആദ്യം ഗുരു Happy birthday to you. Happy birthday. ആർക്കും കൊടുക്കില്ല. നിങ്ങൾ എന്താ കട്ടി കെട്ടാണ്. അങ്ങനെ വെറുതെ വരെ ഉണ്ടായി പറയാണ്ടല്ലോ. അത് കൊടുക്ക്. എനിക്ക്
എന്താ നമ്മളെ സ്ലോ ആയി സംഭവം എന്തായാലും പിള്ളേർ കഴിച്ചു തുടങ്ങി. ബർത്ത്ഡേ പോയി നമ്മൾ എത്തിയില്ല, കുറച്ച് ലേറ്റ് ആയി. പക്ഷെ കാര്യമില്ല, എന്തൊക്കെ പീസൊക്കെ ഉണ്ട്. ടാക്സിക്ക് വലിയ പീസ്, എനിക്ക് പീസ് മതി. എനിക്ക് പ്ലേറ്റ് പ്ലേറ്റ് ഒന്നുമില്ല, അപ്പൊ കയ്യിലൊക്കെ വരത്തില്ലേ അപ്പൊ നമുക്കിത് മതി. ഒരാളെ കിട്ടിയാ മയോണൈസ് കിട്ടാറാ. നമുക്ക് ഇവിടെ പൊളി തുടങ്ങിയില്ല, ഞങ്ങൾ വൈകി. ഇവന്റെ സമയം വൈകിടാ. അപ്പൊ കഴിച്ചു കഴിഞ്ഞു. ചെറുതെ അതിൽ തൊട്ടി വെള്ളം ഇടും. അപ്പൊ മലയാളി ഒന്നും വരുന്നല്ലേ. അപ്പൊ ബില്ല് കൊടുക്കണം. കില്ലടികളെ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ ബോയിന്റെ അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞില്ലടല്ലേ. അപ്പൊ സോ എങ്ങനെയായിരുന്നു ബർത്ത്ഡേ? അടിപൊളിയായിരുന്നു. കുറെ ഒരുപാട് വിശ്വാസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം. അതെ, മറക്കാൻ പറ്റാത്ത ഓരോ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അതെ, എന്നെ കുറച്ച് കാശ് പോയത് അതെ, പെട്ടെന്നായിരുന്നു എല്ലാം അടിപൊളിയായി തീർന്നു. അതെ, ഇനി അടുത്ത കൊല്ലം. അതെ. ചേട്ടാ എന്താ വെച്ചാൽ ബർത്ത്ഡേ നമ്മൾ അടിച്ചു പൊളിച്ചിട്ടാ. എന്താ വെച്ചാൽ അടിച്ചു പൊളിക്കാൻ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ചക്ക മന്തി മേടിച്ചു. നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളെല്ലാവരും 9 പേരേ ഉള്ളൂ. അത് കാരണം അവൻ ഹാപ്പി. കൂടുതൽ പേരുണ്ടെങ്കിൽ അവൻ പെട്ടതന്നെ. അപ്പൊ അത്ര ഉള്ളൂ, ചെറിയ വ്ളോഗാണ്, ബർത്ത്ഡേ വ്ളോഗ്. അപ്പൊ സോ അത്ര ഉള്ളൂ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോക്ക് വേണ്ടി അത്രയും നമ്മളെ ഡെയിലി വ്ളോഗ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ അത്ര പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ, ലവ് യു ഗൈസ്.